കോളേജ് ടൂർ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം മാതാപിതാക്കളുടെ മനസ്സിൽ ഒരു ടെൻഷൻ ആയിരിക്കും അല്ലേ? എന്നാൽ കുട്ടികൾക്കോ അത് സന്തോഷത്തിന്റെ സൗഹൃദത്തിന്റെ ദിനങ്ങളാണ്. അതും കോളേജ് ടൂറും ഐവിയും ഒക്കെ അങ്ങ് നോർത്ത് ഇന്ത്യയിലാണെങ്കിലോ അത് വേറെ ലെവലായി തീരും. ശരിക്കും എങ്ങനെയാണ് ഓരോ കോളേജിലെയും സ്റ്റുഡൻസിന്റെ ബാച്ച് ട്രിപ്പുകൾ നടക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? ഒരുപാട് ദൂരങ്ങൾ താണ്ടി വ്യത്യസ്തമായ ഭൂപ്രകൃതിയും സംസ്കാരവും ആസ്വദിച്ച് സാഹസികതകളുടെ കൊടുമുടികൾ താണ്ടി ആ യാത്രയുടെ അവസാനം തിരികെ എത്തുമ്പോൾ ഓരോരുത്തരും വ്യക്തവും ശക്തവുമായ ജീവിത കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായി തീർന്നിരിക്കും. അതൊക്കെ കൊണ്ട് തന്നെയും സ്റ്റുഡൻസ് ടൂർ പോയിട്ടുള്ളവർക്കും ഇനി പോകാനിരിക്കുന്നവർക്കും അവരുടെ മാതാപിതാക്കൾക്കും ശരിക്കും ഒരു മാർഗദർശിയായിരിക്കും ഞങ്ങളുടെ ഈ യാത്ര. അതെ, ഇത് അങ്ങ് നോർത്ത് ഇന്ത്യയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയാണ്. ഈ വീഡിയോകൾ കണ്ടു കഴിയുമ്പോൾ എങ്ങനെയാണ് ഓരോ യാത്രയും ഒരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും കൂടാതെ പൂർത്തീകരിക്കുന്നതെന്ന് ഓരോരുത്തർക്കും മനസ്സിലാകും. അപ്പോൾ പോകാം നമുക്ക് യാത്രയിലേക്ക്. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ബിൻഷാ വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വലിയൊരു യാത്ര പോകാൻ പോവുകയാണ്. അപ്പോൾ ആ യാത്രയുടെ കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും പിന്നെ നമ്മുടെ കൂടെ കുറേ അധികം ആൾക്കാരുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ വഴിയെ കാണിക്കാം. അതിനു മുമ്പ് ഞാൻ ഇതിനു വേണ്ടി ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതേ ഞാനിപ്പോൾ പട്ടത്തുള്ള എൻ്റെ ഫ്ലാറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു വലിയ ബാഗുണ്ട്, അതുപോലെ ഒരു റക്സാക്ക് ഉണ്ട്, പിന്നെ കുറച്ച് അധികം ചെറിയ ബാഗുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതെല്ലാമാണ് കേട്ടോ എൻ്റെ ഗാഡ്ജറ്റ്സ് വരുന്നത്. ഇത് ഫുജിഫിലിം XT200 മിറർലെസ് ക്യാമറയാണ്. തൊട്ടപ്പുറത്ത് വരുന്ന ഇത് Insta360 1x2 ആണ്. അതിൻ്റെ ആക്സസറീസാണ് കൂടെ ഇരിക്കുന്നത്. അതുകൂടാതെ അടുത്ത DJI Osmo Pocket 1 ആണ്. അത് കഴിഞ്ഞ് വരുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള DJI Action Pro ആണ്. Osmo Action 5 Pro ആണ്. ഇതുകൂടാതെ ഈ ഇരിക്കുന്നതാണ് എൻ്റെ മൈക്ക്. ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ മൈക്കിലാണ് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് C1 എന്ന് പറയുന്ന മൈക്കാണ്. അതിൻ്റെയും ലേറ്റസ്റ്റ് വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു ട്രൈപോഡ്. ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ട്രൈപോഡാണ്. ഇത് ഉലാൻസിയുടെ ഒരു ട്രൈപോഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഈ ഐറ്റംസ് നിങ്ങൾക്ക് വാങ്ങാമെന്നാണ്. കാര്യം ഞാനിത് ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, ഞാൻ ഇതിലാണ് ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ S23 അൾട്രയിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഷോപ്പിലും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കുക. നമുക്കൊരു 13-14 ദിവസം നീണ്ടിരിക്കുന്ന യാത്രയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ബാഗ് വരുന്നത്. ഇതിനകത്ത് ഡ്രസ്സും പിന്നെ ആക്സസറീസും അതൊക്കെയാണ് മറ്റേ ബാഗിൽ വരുന്നത്. നൈറ്റിൽ ഇടാനുള്ള ഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിലാണ് കേട്ടോ കംപ്ലീറ്റ് യാത്ര. പിന്നെ ഞാൻ ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഓർഗനൈസ് പാക്ക് വാങ്ങിച്ച് അതിനകത്ത് പ്രത്യേകം ഓർഗനൈസ് ചെയ്താണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇനി അത് പൊളിച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ലിങ്കായിട്ട് കൊടുക്കാം. നിങ്ങളൊരു വലിയ യാത്ര പോകുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് റെഫറൻസ് എടുത്തിട്ട് അത് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഫ്ലാറ്റിന് താഴേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ബിന്ദു മാഡം എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ബിന്ദു മാഡത്തിനോടൊപ്പമാണ് നമ്മൾ കോളേജിലേക്ക് പോകാൻ പോകുന്നത്. ബിന്ദു മാഡമാണ് ഞങ്ങളുടെ കൂടെ ഈ യാത്രയിൽ പങ്കെടുക്കുന്ന ടീച്ചർ. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് നേമത്താണ്. നേമം തിരുവനന്തപുരത്താണ്. ഇവിടുത്തെ 4th ഇയർ പഠിക്കുന്ന കുട്ടികളുടെ കൂടെയാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. കോളേജിലേക്ക് എത്തിച്ചേർന്നപ്പോൾ തന്നെ കുട്ടികളെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം വലിയ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെയും പ്രിൻസിപ്പാളിൻ്റെയും ഒക്കെ യാത്രയെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ഞാനും മാഡവും നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇവർ നമ്മളെ കൂടെ വരുന്ന ആൾക്കാരല്ല, ഇത് യാത്രയാക്കാൻ വന്നവരാ. ഇത് വരുന്നുണ്ട്. ഇവരുടെ സീനിയേഴ്സ് യാത്രയാക്കാൻ വന്നതാ. ഇവർ വലിഞ്ഞു കയറി വരാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. യാത്രയാക്കാം അല്ലേ?
ഇതാണ് ഞാനും മാഡവും കൂടെയാണ് കേട്ടോ ഈ കുട്ടികളുടെ കൂടെ പോകുന്നത്. ഈ കുട്ടികളല്ല, അതിനകത്തിരിക്കുന്ന കുട്ടികളുടെ കൂടെ. ഇത് തിരുവനന്തപുരത്ത് നിന്ന് വെരാവൽ ജംഗ്ഷൻ വരെ പോകുന്ന വെരാവൽ എക്സ്പ്രസ് ആണ്. ഇതിൽ നമ്മൾ എവിടെ വരെയാണ് നമ്മൾ പോണത്? അഹമ്മദാബാദ് വരെ നമ്മളുണ്ടാവും. ഞങ്ങൾ അപ്പോൾ യാത്രയാക്കാൻ വന്നതിന് നന്ദി കേട്ടോ. ടാറ്റ, പൊക്കോളൂ. 3:45 കേട്ടോ ഇത് ഇവിടുന്ന് പുറപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും കയറി സെറ്റായിട്ടുണ്ട്, നമുക്കൊക്കെ സീറ്റായിട്ടുണ്ട്. ഞങ്ങളുടെ സീറ്റ് ഒരു കൺഫ്യൂഷനിലായിരുന്നു, RAC ആയിരുന്നു, അതിപ്പോൾ കൺഫേമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അഹമ്മദാബാദ് പോകണം. അഹമ്മദാബാദ് പോകുന്നതിൻ്റെ കാര്യം ഒരു IB ഉണ്ട്, ഇൻഡസ്ട്രിയൽ വിസിറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ജയ്സാൽമീറിന് പോകും. അപ്പോൾ ട്രെയിൻ എടുക്കാറായിട്ടുണ്ട്. നമുക്കിത് പാക്കേജറുണ്ട് കേട്ടോ, ടൂർ പാക്കേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ആ പാക്കേജറിനെ ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങൾക്കൊരു ആവശ്യം ഉണ്ടെങ്കിലൊക്കെ യാത്ര പോകുമ്പോഴത്തേക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ ഇതാ B4 ആണ് ഞങ്ങളുടെ കോച്ച് വരുന്നത്. നമ്മളപ്പോഴേ നമ്മുടെ കുട്ടികളൊന്ന് കണ്ടിട്ട് വരാം. നമ്മൾ അവരെല്ലാം S2-ലും S3-ലും S4-ലും പല പല ബോഗിയിലായിട്ടാണുള്ളത്. നിങ്ങൾ പാക്കേജ് കൊടുത്തപ്പോൾ എല്ലാവർക്കും AC കൊടുത്തുകൂടായിരുന്നു? നിങ്ങൾ പാക്കേജ് കൊടുത്തപ്പോൾ എല്ലാവർക്കും AC കൊടുത്തുകൂടായിരുന്നു? എന്ന് നമുക്ക് ഒന്നിച്ചിരിക്കുന്നു. പിള്ളേർക്ക് ബഡ്ജറ്റ് കുറവാണ്. തിരിച്ചു വരുമ്പോൾ AC അല്ലേ? തിരിച്ചു വരുമ്പോൾ AC ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ അങ്ങിരിക്കും കേട്ടോ. ഞങ്ങൾ B4-ലാണ്. B4 നമുക്ക് S1, S2, S3 അല്ലേ? അതാണ്. ഇത് നോക്കിയാൽ നല്ല S1 ക്ലീൻ ആണ് കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പം അതാണ് ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇത് വീക്കിലി വൺസ് പോകുന്ന ട്രെയിനല്ലേ അല്ലേ? മൺഡേ മാത്രമല്ലേ ഉള്ളൂ? മൺഡേ ഒരു ദിവസം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. വേറെ ഏത് ദിവസം ഉണ്ട്? ഒരു ദിവസം കൂടെ ഉണ്ട്. മൺഡേ ഏതോ ഒരു ദിവസം കൂടെ ഉണ്ടെന്നോ. ഇരവൽ എക്സ്പ്രസ്. നമ്മുടെ പിള്ളേരൊക്കെ ട്രിപ്പ് മൂഡിലേക്ക് എത്തിയോന്നറിയണം. നമ്മളിവിടെ അങ്ങ് AC-യിൽ ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നല്ലേ? അതാണ്. പിള്ളേരും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് അവരെ എൻജോയ്മെന്റ് വരും, അവരെ പൊളിയും. നമ്മൾ ഏകദേശം ആലപ്പുഴ എത്താറായില്ലേ? നമ്മള് ഇല്ലല്ല, കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കൊല്ലം കഴിഞ്ഞു ആലപ്പുഴ വഴിയാണ് അത് പോകുന്നത്. കോട്ടയമാണല്ലേ? ആലപ്പുഴയാണോ കോട്ടയമാണോ? കോട്ടയം വഴിയാ. എന്തായാലും എറണാകുളം പോകും. എറണാകുളത്ത് ഏതെങ്കിലും വഴി എത്തിയാൽ മതി. അതാണ് നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അഹമ്മദാബാദ്. അതാണ്. എൻ്റെ കൂടെ സംസാരിച്ചിരുന്നത് നമ്മുടെ ടൂർ ചെയ്യുന്ന ലിയോ ഇവൻസിൻ്റെ പാക്കേജറാണ് കേട്ടോ, അരുണാണ്. നമ്മുടെ സുഹൃത്താണ്. ഞങ്ങളുടെ കോളേജിൽ വർഷങ്ങളായിട്ട് ടൂർ ചെയ്യുന്ന അരുണാണ്. കോളേജ് ടൂർ മാത്രമല്ല, ഫാമിലിക്ക് വേണ്ടുന്ന ട്രിപ്പൊക്കെ ഇന്ത്യക്ക് അകത്തും അതുപോലെ ഇന്ത്യക്ക് പുറത്തൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? എവിടെയൊക്കെ ചെയ്യുന്നുണ്ട്? എവിടെയൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ആണെങ്കിൽ പോലും മലേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ ഇതെല്ലാം ഡയറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൾക്കാർ ഇത് കണ്ടിട്ട് വിളിക്കും കേട്ടോ. ഞാൻ ഉറപ്പായിട്ടും അരുണിൻ്റെ നമ്പർ കൊടുക്കുക. അരുണിൻ്റെ നമ്പർ ഇപ്പം തരില്ല, നിങ്ങൾ വീഡിയോ കണ്ടു. ഞങ്ങൾ അഹമ്മദാബാദ് ചെന്നിട്ട് അവിടെ നിന്ന് ജയ്സാൽമീർ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അതാണ് അല്ലേ? അത് സെറ്റാണെങ്കിൽ ഇട്ടാൽ മതി. നമുക്ക് അരുണിനെ പരിഗണിക്കാം. ഓൾറെഡി സാർ നമ്മുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഉണ്ട് ഒരു 5 years ബിഫോർ. ഞാൻ മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കോളേജിൽ നിന്ന് ഇതേണൊക്കെ പോയപ്പോൾ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അന്ന് അരുണും മനുവൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ടൈമിൽ ഇങ്ങോട്ട് പോകത്തില്ലയോ? ഇപ്പുറത്ത് കൂടെ പാൻട്രി ഉണ്ടല്ലേ? പാൻട്രി ഉണ്ട്. ചേട്ടാ ചായ നാട്ടെ ചായ ഉണ്ടാക്കുന്ന പാൻട്രി. ഓക്കെ വീഡിയോ എടുത്തുകൂടല്ലേ പാൻട്രിക്ക്? അത് അതാ ഹൈജീൻ പാൻട്രിക്കകത്ത് ഷൂട്ട് ചെയ്യാൻ പാടില്ല. അപ്പം പാൻട്രി നല്ല നീറ്റാ അല്ലേ? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് S3 എത്തിയല്ലേ നമ്മളെ? കണ്ട, ഇത്രയും നേരം നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇപ്പോഴാണ് വൈബ് വന്നത്. കേക്ക് നമ്മൾ കേക്കില്ല. വേണ്ട ഇപ്പൊ വേണ്ടേ? ഓണായത് ഈ ഒരു കമ്പാർട്ട്മെന്റ് മൊത്തം ഇവിടെ ഇത് മാത്രം
തീർന്നോ? സാർ ഇവിടെ ഉണ്ട്. പാർഷ്യാലിറ്റി പോരാ സാർ, എല്ലാരും കാണിക്കണം. എനിക്ക് വേണ്ട. എവിടെ കണ്ടോ? ഇല്ലേ ആ വേണ്ട തുടങ്ങിയല്ല. ഞാൻ മാറി തന്നല്ലേ, നിങ്ങള് കണ്ടോ? റീൽസ് ഷൂട്ടിങ് നടക്കുകയാണ്. ഞാൻ കണ്ടോ ഈ റീൽസിന്റെ ഷൂട്ടിങ് അവിടെ നടന്നത്. ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ന് വരും? ഇന്ന് തന്നെ വരും കേട്ടോ. ഇന്ന് തന്നെ നമ്മൾ കാണത്തില്ലല്ലോ. ഞാൻ എഡിറ്റ് ചെയ്തിടുമ്പോ സമയം എടുക്കും. ഇവിടെ ഞാൻ അങ്ങോട്ട് പോയിട്ട് നിങ്ങളാരും ഒന്നും മിണ്ടില്ല. കൃഷ്ണത്തിനെ കണ്ട് നിങ്ങളെയൊന്നും കണ്ടില്ല. മനു ഇവിടെ ഉറങ്ങിയ അടിപൊളി. മനു ഉറങ്ങിക്കോ. അതെന്ത് കിടന്ന് ഉറങ്ങണത്? അതെന്ത് ഉറക്കമെന്നോ? ഇറങ്ങി വൈബാക്ക്. ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് അഹമ്മദാബാദിലേക്കുള്ള യാത്രയിൽ ഇപ്പോൾ കൊങ്കണി കയറിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോൾ കൊങ്കണിലാണ്. കൊങ്കണിൽ നമ്മൾ ഈ നിർത്തിയിരിക്കുന്ന സ്റ്റേഷൻ സ്ഥലം ഒന്ന് കാണിച്ചു. അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്ന കാർവാറാണ് വരുന്നത്. കാർവാർ അറിയാമല്ലോ, നമ്മുടെ അർജുൻ്റെ ലോറിയൊക്കെ പോയ ആ സ്ഥലത്തിനടുത്താണ്. ആ നദിയൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ കണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊങ്കണിൽ ഇങ്ങനെ പോകുമ്പോഴുള്ള യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ആയിട്ട് ഇങ്ങനെ സിംഗിൾ ലൈൻ അല്ലേ, അപ്പോൾ അതുകൊണ്ട് പിടിച്ചിടും. ട്രെയിനിലിരിക്കുമ്പോൾ വ്യത്യസ്തമായ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഇപ്പം ഈ അമ്മ എന്ന് വിളിച്ച ഈ മോളെ കേട്ടോ. മോളെ എങ്ങോട്ട് പോവാ? എവിടെ പോവാ? അപ്പോൾ നമ്മൾ കുറേ നേരം എ സിയിലിരുന്ന് ബോറടിച്ചതിന് ശേഷം പിള്ളേരുടെ ഇടയിലേക്ക് ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് വന്നതാണ്. ഇതാ നമുക്ക് എവരെ കാണാം. എവരിവിടെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവരുടെ കുറച്ച് പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് പോവാം. ഇനി നമ്മൾ ഇവിടെയാണ് പൊളി. നമുക്ക് ഇവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാം. ആദ്യം പാടുന്നു മനസ്സിൽ മുറിയുടെ ജാലകമോ തുറന്നിടാം, നമുക്കീ ഉലകിൻ ജാതകമോ തിരുത്തിടാം. ചെറുവാടകയാൽ ഇളമാരുതനെ സഹയാത്രികനാക്കിയിടാം. മലയുടെ മാറുമറയ്ക്കാൻ ചേലയൊരുക്കും മഞ്ഞു പുതച്ചിടാം. പിണങ്ങാതെ ഇണങ്ങിടാം, ചിണുങ്ങാതെ പറന്നിടാം. മയിലേ കുയിലേ വെയിലേ മുകിലേ വെറുതെ അലയാമതിലേ ഇതിലേ ഒഴുകാമുയരേ അഴകിൻ വഴിയേ. നീലവാനിലെ പറവകളായിടാം. കുട്ടനാടൻ വെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കറുമ്പി. അന്തിക്കൂടെ കവട്ടി ഞാൻ ഇളങ്ങളിൽ കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. കുഞ്ചക്കിരി വെള്ളം തേവണം കള്ളിക്കുയിലേ. കുഞ്ചക്കിരി നേരം തിരക്കണം. വേമ്പനാട്ട് കായൽ തിരകൾ കുളിക്കുന്നു തകതിമിതിമൃതൈ. അമ്പിളിച്ചുണ്ടൻ വെള്ളം തുണിക്കുന്നു തകതിമിതിമൃതൈ. കുട്ടനാടൻ കയലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കറുമ്പി. അതിക്കൂടെ കമത്തി ഞാൻ ഇളങ്ങളിൽ കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. ഇനി നമുക്ക് അടുത്ത വരുന്ന സ്റ്റോപ്പ് മഡ്ഗോനാണ് കേട്ടോ. മഡ്ഗോന് മുമ്പുള്ളൊരു എന്തോ ബല്ലി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ ഇപ്പോൾ പിടിച്ചിട്ടേക്കോ. അപ്പോൾ നമ്മുടെ കുട്ടികളാട്ടോ ഇതിനകത്തിരിക്കുന്നത് എല്ലാവരും. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? എങ്ങനെയുണ്ട് ട്രിപ്പ്? എങ്ങനെയുണ്ട് ട്രെയിനിലുള്ള യാത്ര? അടുത്ത നമ്മുടെ സ്റ്റോപ്പ് മഡ്ഗോനാണ്, ഗോവ. ഇറങ്ങിയാലോ? 2 ദിവസം ഇവിടെ ചില്ല് ചെയ്തിട്ട് പോവാം. അടുത്ത സ്റ്റോപ്പ്, ഇതിന്റെ സ്റ്റോപ്പ്. പക്ഷെ അതിന് ഔട്ടറിൽ വേറെയൊക്കെ പിടിച്ചിടുന്നുണ്ടാവും ഇതേപോലെ. കേരളം പോലെ ഗോവ. ഗോവ ശരിക്കും കേരളം പോലെ. കണ്ടോ നമ്മളിതാ ഗോവ എത്തിയിട്ടുണ്ട്. മഡ്ഗോവൻ
പക്ഷെ നമ്മൾ ഗോവയ്ക്കല്ല പോകുന്നത്, നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ പോകുന്നത് അഹമ്മദാബാദിലേക്ക്. അഹമ്മദാബാദ് പോയിട്ട് അവിടെ നിന്ന് രാജസ്ഥാൻ. ഇപ്പോൾ എത്ര മണിയായി? ഇപ്പോൾ നോർത്ത് ഗോവയിലെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകണമെങ്കിലേ നമ്മൾ മഡ്ഗോവനാണ് മിക്കുള്ളവരും വന്ന് ഇറങ്ങുന്നത്. പക്ഷേ ശരിക്കും തിവിമെന്ന് പറയുന്ന സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങുന്നതാണ് ഏറ്റവും അടുത്ത് കേട്ടോ, ഏറ്റവും പെട്ടെന്ന് പോകാൻ പറ്റുന്നതും അടുത്തായിട്ടുള്ളത്. ഇവിടെ നിന്ന് ഒരു 10-60 കിലോമീറ്റർ വരും ഈ നോർത്ത് ഗോവയിലേക്ക് പോകാൻ. പനജി ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോകണം. ബഗ്ഗി പോകുന്നുണ്ടോ? ഇപ്പോൾ നമ്മളങ്ങനെ കൊങ്കണിലൂടെ രത്നഗിരി എത്തി കേട്ടോ. ഈ രത്നഗിരി സ്റ്റേഷൻ ഭയങ്കര രസമാണ്. ഇത് ഒരു ഈവനിങ് അല്ലെങ്കിൽ ഒരു മോർണിംഗിലൊക്കെ വരികയാണെങ്കിൽ കോടമഞ്ഞൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക സീനിക്കായിട്ടുള്ളൊരു സ്റ്റേഷനാണ്. ഇപ്പോൾ ഇത് ഈ പ്ലാറ്റ്ഫോമിൽ പിടിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്കത്ര കാണാൻ പറ്റാത്തത്. അപ്പുറത്തെ സൈഡുകളിലെ പ്ലാറ്റ്ഫോം ആണെങ്കിലേ അടിപൊളിയാണ്, ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇനി നമ്മൾ നേരെ പൻവേലിൽ നിന്ന് പിന്നെ അവിടെ നിന്ന് വാസായി റോഡ് വഴി അഹമ്മദാബാദ് ഗുജറാത്തിലേക്ക് പോയി ട്രെയിൻ. നമുക്കും അങ്ങോട്ടാണ് പോവേണ്ടത്. യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇറങ്ങട്ടല്ലേ. ആന അലർന്നോട് സിനിമയാണ് അത് ഈസി. ഹായ്, വീണ്ടും ഒരു ഗുഡ് മോർണിംഗ്. നമ്മൾ അങ്ങനെ 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. ഇനി ഇവിടുന്ന് വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിന് വേണം നമുക്ക് പോകാൻ. ICMR വിസിറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അഹമ്മദാബാദിലെ കാഴ്ചകൾ കൂടി ഒന്ന് കാണണം. അത് കഴിഞ്ഞ് വേണം നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് കടക്കാൻ. അപ്പോൾ 2 ദിവസം നമ്മുടെ ട്രെയിൻ യാത്രയായിരുന്നു ഇതുവരെ നിങ്ങൾ കണ്ടത്. ഇതാണ് കേട്ടോ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ. ഈ ബയ്യയെ കൊണ്ട് നമ്മുടെ ബാഗ് എടുപ്പിച്ചു. ബാഗ് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. മാഡം സംസാരിക്കുകയാണ്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ബ്രിഡ്ജാണ്. ഇതാ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷ അഹമ്മദാബാദിലെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ ആകുമ്പോൾ അത് ഭയങ്കര രസമായിരിക്കും കാണാൻ. അല്ല, ഒരു നോർമലായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള ബസ്സൊക്കെ നമ്മുടെ അരുൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അരുണേ, താങ്ക് യു. അപ്പോൾ ഈ ജെയിൻ ട്രാവൽസിലാണ് നമ്മൾ പോകുന്നത്. പിള്ളേരുടെ ബാഗ് എല്ലാം ഇതിനകത്ത് പറക്കി അടുക്കി വെക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ട്രെയിൻ യാത്ര അടിപൊളിയായിരുന്നു. ടയേർഡായില്ലല്ലേ? ഉറങ്ങാൻ പറ്റിയോ ഇന്നലെ? ഇന്നലെ തണുപ്പുണ്ടായിരുന്നല്ലേ? കേറിക്കോ, കേറ്. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കുലുക്കം മാറിയില്ലല്ലേ? ഫൈനലി അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നു, അഹമ്മദാബാദിൽ എത്തിയിരിക്കുന്നു. നമ്മളങ്ങനെ അഹമ്മദാബാദ് എത്തി റെയിൽവേ സ്റ്റേഷനിൽ താണ്ട് ഈ ബസ്സിൽ കയറി ഇവിടെ വന്ന് ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ജസ്റ്റ് ഫ്രഷപ്പ് ആകാൻ വേണ്ടിയിട്ട് ഇവിടെ റൂം എടുത്തു. ഇപ്പോൾ ഫ്രഷപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഭക്ഷണമൊക്കെ കഴിക്കണം. ഇത് കണ്ടോ, ഒരു ഹാരിയറിൻ്റെ മുകളിലൊരു പട്ടി കയറി കിടക്കുന്നു. എന്നാൽ ഈ പട്ടി ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ മണ്ടേ കയറിയത്? എന്ത് സുഖമായിട്ട് കിടക്കുന്നു നോക്കി. സംഭവം കൊള്ളാം അല്ലേ? നമ്മൾ അഹമ്മദാബാദ് വന്നിട്ടുള്ള കാലത്തെ ഭക്ഷണമാണ് കേട്ടോ. ഒരു തമിഴ്നാട് സ്വദേശിയായിട്ടുള്ളൊരു ബ്രോയാണ് ഇത് ചെയ്യുന്നത്. താണ്ടെ ഇഡ്ഡലി വട ഇത് കണക്ക് പ്ലേറ്റിനകത്തിട്ട് ചട്നി ആയിട്ട് നമുക്ക് തരും. എത്ര രൂപയായിരുന്നു ഇത്? 40 രൂപ. കൊള്ളാമല്ലേ? നൈസ്. ഞാൻ കഴിച്ചില്ല, ഞാൻ കഴിക്കാനായിട്ട് പോകുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയായിരുന്നു. അപ്പോൾ ചമ്മന്തിയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്തതിന് ശേഷം കൊണ്ടുവന്ന് ഒഴിക്കുന്നതാണ്. നമ്മൾ കഴിച്ചു നോക്കാം.
ബൈ അച്ഛാ. നമ്മളിപ്പോ ബസ്സിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ICMR-ലേക്ക് പോവുകയാണ്. ICMR-ലേക്ക് പോവുകയാണ്. അവിടെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മുടെ ട്രിപ്പ് അങ്ങോട്ട് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ നമുക്ക് ICMR-ൽ വെച്ച് കാണാം. അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. അല്ലെങ്കിൽ ഇവർ പറഞ്ഞ് കണ്ടത് എന്താണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ICMR-ലെത്തി കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒക്യുപ്പേഷണൽ ഹെൽത്ത്, ഇന്ത്യൻ സെൻറ്റർ ഫോർ മെഡിക്കൽ റിസർച്ച് അല്ലേ, അതാണ് ICMR. അപ്പോൾ അതിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ കുട്ടികളൊക്കെ അവിടെ കയറി നിൽപ്പുണ്ട്. നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് കാണിക്കാം. അതിൻ്റെ തൊട്ട് പുറകിലാണ് എയർപോർട്ട് എന്ന് തോന്നുന്നു. ഒത്തിരി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ടേക്ക് ഓഫ് ചെയ്യുന്നത് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ എന്താണ് ICMR NIOH ഒക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അതിനകത്ത് കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതൊക്കെ കണ്ടു. അത് എന്തായിരുന്നു എന്നുള്ളത് നമ്മുടെ കുട്ടികൾ പറഞ്ഞുതരും കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒക്യുപ്പേഷണൽ ഹെൽത്ത്, അതായത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് ഒത്തിരി ഇൻഡസ്ട്രീസ് ഉണ്ട്. അവിടെ ഒത്തിരി വർക്കേഴ്സ് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ആ ജോലിപരമായിട്ട് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. ഇവിടെ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യുക. ആ ഇൻഡസ്ട്രീസിൽ നിന്ന് അവർക്ക് വേണ്ടുന്ന കോമ്പൻസേഷൻ കൊടുക്കുകയും ചെയ്യും അല്ലേ. അതൊക്കെയല്ലേ. പിന്നെ നമ്മൾ ICMR-നെ കുറിച്ച് എന്തൊക്കെയായിരുന്നു നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ടത്? അത് കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. മൈക്രോബയോളജി, ഫോറൻസിക്, ടോക്സിക്കോളജി, അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി. പിന്നെ ടോക്സിക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ തന്നെ അവിടെ ഡിഫറെൻറ്റ് ഡോസസ്, ഇപ്പോൾ മെഡിസിൻസ് ആണെങ്കിലും ഡിഫറെൻറ്റ് ഡോസസ്, അത് ഏത് ഡോസിൽ തുടങ്ങണം, ഏതാണ് ഹെൽത്തി ആയിട്ടുള്ള ഡോസസ്, അങ്ങനെ ലോവർ ഡോസസും ഹൈ ഡോസസും ഇവർ മൈസിലും അങ്ങനെ ആനിമൽസിലാണ് ഇവർ കൂടുതലായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അതൊക്കെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്തു എന്നാണ്. നമ്മളെ ഹോമിയോപ്പതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ല, എന്നാലും മെഡിക്കലി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആണെങ്കിൽ തന്നെ ഇപ്പോൾ പോയിസൺസ് എന്നൊക്കെ നമുക്ക് ഹോമിയോപ്പതിയിൽ മെഡിസിൻസ് എടുക്കുന്നുണ്ടല്ലോ. അപ്പം അതിലാണെങ്കിലും ഡോസസ്, ഇപ്പം ഏത് ഡോസിലാണ് നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എക്സസ് ആയി വരുമ്പോൾ എപ്പോഴാണ് അൺഹെൽത്തി ആവുന്നത്, ഇതൊക്കെ ഇതിനകത്ത് മനസ്സിലായി. അപ്പോൾ ഇത് എല്ലാവരും വന്ന് കാണേണ്ടുന്ന സ്ഥലമൊന്നുമല്ല. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ട് അടുത്ത ബാച്ചിനെ നമ്മളിവിടെ പക്ക റെഫർ കൊണ്ടുവരണം. പിന്നെ നമുക്ക് സാധാരണക്കാർക്ക് ഇങ്ങോട്ട് വരേണ്ടുന്ന കാര്യമില്ല. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. നമ്മൾ കോവിഡും വന്ന സമയത്ത് കോവാക്സിനും കോവിഷീൽഡൊക്കെ വന്നപ്പോൾ ICMR-ന്റെ പേര് നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു. പൂനെ വൈറൽ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ അടുത്ത സ്ഥലം ഏതാണ് ഇനി പോകുന്നത്? അടുത്ത പോണത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള അക്ഷർധാം. ഓക്കെ, അവിടെ കാണാം നമുക്ക്. ദുബായ് 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 ഇന്ത്യയിലെ ദുബായ്. പാലം കണ്ടോ? ആ റോഡാണ് കേട്ടോ ദുബായ് എന്ന് പറഞ്ഞ് കാണിച്ചത്. നമുക്ക് ആ റോഡേ പോയാലോ? മോണോറെയിൽ. നമ്മളങ്ങനെ അഹമ്മദാബാദിലെ അക്ഷർധാം പോയി കണ്ട് അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് നേരെ വണ്ടി എടുത്ത് തിരിച്ച് നമ്മളിപ്പോൾ എവിടെയാണ്, അഡ്ലജ് സ്റ്റെപ്പ് വെല്ല് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് കയറിപ്പോൾ അത് കാണാം. നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാം. ഭയങ്കര പൊടിയല്ലേ, ഭയങ്കര പൊടിയാണ് അതിനകത്ത്. ഇവിടെ തൂക്കുന്നതാണ്. എന്നിട്ട് ഇതിലെങ്ങനെ അകത്തേക്ക് കയറണം? ഇതൊരു കോട്ട പോലെ വലിയൊരു കോമ്പൗണ്ട് കേട്ടോ. അതിനകത്ത് നമുക്ക് സ്റ്റെപ്പ് വെല്ല് കാണാനായിട്ട് പോവാം. ഇതിനു മുമ്പ് സ്റ്റെപ്പ് വെല്ല് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ പോയപ്പോഴും നമ്മൾ സ്റ്റെപ്പ് വെല്ല് പോയിട്ട് വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകണം. സ്റ്റെപ്പുണ്ട്, വെല്ല് കണ്ടില്ല.
ഇപ്പോൾ താഴേക്ക് ഇറങ്ങി പോകണം. നമ്മൾ താഴേക്ക് ഇറങ്ങി പോകണം. ഇത് 1498 റാണ വീർ സിംഗിൻ്റെ മെമ്മറിക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. പണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇവിടുത്തെ കൊണ്ടുവന്ന വെള്ളമൊക്കെ എടുത്തിരുന്ന ഈ വെല്ലുന്നായിരുന്നു. ഇപ്പോൾ അത് ഉപയോഗിക്കാറില്ല, പക്ഷെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോയി താഴോട്ട് താഴെ ഇറങ്ങുമ്പോൾ വെള്ളം കാണാം കേട്ടോ. നല്ല തണുപ്പുമുണ്ട്. ഇപ്പോൾ ഇരുട്ടായി. നോക്കട്ടെ, ഒരു മൂലയെ നമുക്ക് നോക്കാം. ഇനിയും പടിയുണ്ടോ? നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം അല്ലേ? ഇവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ജലക്ഷാമം കാരണം ആളുകൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കിണർ കുഴിച്ചു. എന്നിട്ട് പിന്നീട് രാജാവിൻ്റെ കിണറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് രാജാവിൻ്റെ ശത്രുക്കൾ രാജ്യം കീഴടക്കുകയും വലിയ യുദ്ധമൊക്കെ ഉണ്ടായി. ലാസ്റ്റ് അവർ വന്ന് കോൺക്യൂർ ചെയ്ത സ്ഥലം. അങ്ങനെ രാജാവ് മരിച്ചു. അപ്പോൾ രാജാവ് റാണിയെ പാലസിലാക്കിയിട്ട് പോയി. അപ്പോൾ റാണിയുടെ അടുത്ത് മോഹം തോന്നിയിട്ട് ആ ശത്രുക്കൾ റാണിയുടെ അടുത്തേക്ക് വരും. അപ്പോൾ റാണിയാണെങ്കിൽ അവരുടെ അടുത്ത് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് റാണി അവരെ വരുത്തിയിട്ട് അവരുടെ മുമ്പിൽ വെച്ച് ഇതിൽ ചാടും. അങ്ങനെ ഒരു ലവിൻ്റെ സിമ്പൽ പോലെയും കൂടി അറിയപ്പെടുന്ന ഒരു സംഭവമാണ്. ഇവിടെ ആരും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നാട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയെങ്കിലും പിന്നീട് ലാസ്റ്റ് പണി തീരുന്നതിന് മുന്നേ രാജാവും മരിച്ചു. അത് കഴിഞ്ഞ് റാണി ഇതിൽ മരിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഗുജറാത്തിൽ വന്ന് അഹമ്മദാബാദിൽ വന്ന് അഡ്ലജ് സ്റ്റെപ്പുകളിലൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഇറങ്ങിയിട്ട് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകണം. സബർമതി റിവർ ഫ്രണ്ട്. ഇതിൻ്റെ മുകളിൽ നല്ല വിശാലമായൊരു ഗ്രൗണ്ടാണ് കേട്ടോ. എന്തൊക്കെ സ്റ്റേജൊക്കെ ചെയ്യുന്നുണ്ട്. പ്രോഗ്രാംസൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിശാലമായൊരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. ഇതിനകത്തു കൂടെ കയറിപ്പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റെപ്പുകളിൽ വീണ്ടും കാണാൻ പറ്റും. മുകളിൽ നിന്നുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ആ റോഡിൻ്റെ വലത് വശത്ത് കാണുന്നില്ല ഒരു ബിൽഡിംഗ് ഒക്കെ ആയിട്ട്, അത് ഇവിടുത്തെ ബസ്സിന് പോകാനുള്ള ലൈനാണ് കേട്ടോ. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് വേലി വെച്ചിട്ട് അതിന് മധ്യത്തിൽ കൂടെ റോഡ്. അപ്പോൾ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം പോകുന്ന അതുവഴിയാണ്. അത് നല്ലൊരു കൺസെപ്റ്റ് അല്ലേ? നമ്മുടെ കേരളത്തിലൊന്നും നിലവിൽ ഇതുവരെ ഇല്ല. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം വരെ ഇല്ല. ഇതാകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് തിരക്കില്ലാതെ ട്രാഫിക്കിലൊന്നും പെടാതെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ തന്നെ സ്പീഡിൽ പോകാൻ പറ്റുമല്ലോ എവിടെയെന്ന് വെച്ചാൽ. ഇതൊക്കെ എല്ലാ സ്ഥലത്തും വരണമല്ലേ റോഡ് വികസനം. അഹമ്മദാബാദ് ദുബായ് പോലെയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കാഴ്ചയിൽ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്നാലും നല്ല വലിയൊരു പ്ലാൻഡ് സിറ്റി തന്നെയാണ്. ഒത്തിരി ഡെവലപ്മെൻറ്റ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമ്മൾ സിറ്റി അങ്ങോളം ഇങ്ങോളം കണ്ടു. അപ്പോൾ നമുക്ക് വേറെ കാഴ്ചകൾ കാണാൻ. പട്ടി നമ്മൾ അഹമ്മദാബാദ് ചുറ്റിക്കറങ്ങി നടന്ന് കണ്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. കുറച്ച് സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് കഴിഞ്ഞപ്പോൾ സബർമതി ആശ്രമത്തിലേക്ക് വന്നിരിക്കുകയാണ് ഗാന്ധിജിയുടെ. നമ്മൾ ആശ്രമം കാണാനായിട്ട് എത്തിയപ്പോൾ 5:45 കഴിഞ്ഞിടെ 6 മണി വരെ അവിടെ എൻട്രി ഉള്ളൂ. അതാണ് കുട്ടികൾ ഓടിപ്പോകുന്നത്. എനിക്ക് അത്രയും കഷ്ടപ്പെട്ട് ഓടിപ്പോകാൻ വയ്യ. അത് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ കോളേജിൽ നിന്ന് പുറപ്പെട്ടിട്ട് 3ാമത്തെ ദിവസമാണിത്. ഇതുവരെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നോക്കട്ടെ, നമുക്ക് റിവർ ഫ്രണ്ടും കൂടെ പോയിട്ട് അതെന്താണെന്ന് നോക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ചെറുതായിട്ട് ഗേറ്റ് ഓപ്പണാണ്. നമ്മൾ ആശ്രമത്തിലോട്ട് എത്തിയിടെ ജസ്റ്റ് കയറി നോക്കാം. ഇതിൽ തന്നെ എൻട്രി. സബർമതി ആശ്രമം എല്ലാ ഭാഷയിലൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം വന്നപ്പോൾ എന്താ രസം നോക്കിയാൽ നല്ല കിളികളുടെ സൗണ്ടും കളകളാരവം. ഇതിന് ടിക്കറ്റ് എടുക്കണോ?
സബർമതി ആശ്രമം കാണാൻ വരാൻ വേണ്ടി ടിക്കറ്റ് വേണ്ട. ഇത് മ്യൂസിയമാണ് കേട്ടോ, മ്യൂസിയത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഗാന്ധിജിയെക്കുറിച്ചുള്ള ഹിസ്റ്ററിയാണ്. ഗാന്ധിജി ജനിച്ചതും വളർന്നതും ഇവിടുത്തെ ഓരോ കാലഘട്ടത്തിൻ്റെ പിക്ചറും അതുപോലെ തന്നെ അതിനെ എഴുതിയിരിക്കുന്നത്. അതെന്താണ്? ടീം വർക്ക്. ഇതാണ് ചർക്ക, ഗാന്ധിജി നൂറ്റിരുന്ന ചർക്ക. 1915 ഗാന്ധിജി അഹമ്മദാബാദ് നഗരത്തിൽ നിന്ന് അല്പം മാറി സബർമതി നദിയുടെ തീരത്തുള്ള ഈ സബർമതി ആശ്രമം സ്ഥാപിക്കുന്നത്. ഈ പ്രദേശത്തെ കൊച്ചറാബ് എന്നായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ ഗാന്ധിജിയെ ആശ്രമം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. എന്നാൽ ഗാന്ധിജി തിരഞ്ഞെടുത്തതോ തൻ്റെ സ്വന്തം ജന്മദേശമായ അഹമ്മദാബാദ് തന്നെയാണ്. അന്ന് വരെ ഇന്ത്യയിൽ കണ്ടിരുന്ന ഒരു ആശ്രമ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിക്കുന്നത്. ഇവിടെ നിന്നാണല്ലോ പല സത്യാഗ്രഹങ്ങളും, ദണ്ഡിയാത്ര പോലുള്ള ഉപ്പു സത്യാഗ്രഹങ്ങൾ പോലുള്ള സത്യാഗ്രഹങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും ഗാന്ധിജി ആവിഷ്കരിച്ചതും പ്രാവർത്തികമാക്കിയതും. ഈ കെട്ടിടങ്ങളൊക്കെയും തന്നെ അന്നത്തെ അതേ പഴമയുടെ പ്രൗഢിയോടുകൂടി തന്നെ ഇപ്പോഴും ഗവൺമെന്റ് സംരക്ഷിച്ചു വരുന്നുണ്ട്. നമ്മൾ സമയം വൈകി വന്നതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് കയറുവാനും അതൊന്നും കാണുവാനും സാധിക്കാതെ പോയത്. എന്നിരുന്നാലും നമുക്ക് ഈ സബർമതി നദിയുടെ തീരത്ത് നിന്ന് ഈ ആശ്രമം കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. എന്തായാലും അടുത്ത തവണ അഹമ്മദാബാദ് സന്ദർശിക്കുമ്പോൾ ഈ സബർമതി ആശ്രമം ആദ്യം തന്നെ കാണണമെന്നും അത് നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പടിയിറങ്ങും. റിവർ ഫ്രണ്ടിലേക്ക് ഇനി പോവാൻ ബസ് കയറണോ? ബസ് കയറിയാണോ പോവാൻ? അഹമ്മദാബാദിൽ ഏത് സാധനം കിട്ടത്തില്ല? ബീഫല്ലേ? ആ ചുമ്മാ അല്ല, അരുണൊരു വിഷമം. അത് പറ, അതാണ് അരുണിന്റെ വിഷമം. നമ്മളങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനായ സബർമതി റിവർ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങ് ലേറ്റായി, ഒരു 7:15 നമ്മളിപ്പോൾ എത്തുമ്പോഴത്തേക്ക്. നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇത് കാണാം. സബർമതി റിവർ ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാകത്ത് കയറി. ഇവിടെ ഒന്നും ആർക്കും ഹെൽമെറ്റ് വെക്കണ്ട കേട്ടാ. ഹെൽമെറ്റ് വയ്ക്കുന്ന ആൾക്കാർ തീരെ കുറവാണ് അല്ലേ? നോക്ക്, ഒരാൾ ഹെൽമെറ്റ് വയ്ക്കുന്നില്ല ബൈക്കിൽ നിന്ന്. മുഖം മറയ്ക്കും ഷോള് വെച്ച്. ഗേറ്റ് നമ്പർ 3 കൂടെയാണ് കേട്ടോ നമ്മൾ അകത്തോട്ട് കയറുന്നത്. ഇത് ഒരു വൈകുന്നേരം വന്ന് രാത്രി ചിലവഴിച്ച് അങ്ങനെ കാണേണ്ടുന്ന സ്ഥലമാണ്. രാത്രിയാണ് ഭംഗി, പക്ഷേ ഒരു വൈകുന്നേരമൊക്കെ വന്നാലേ നമുക്ക് കറക്റ്റായിട്ടെല്ലാം അറിയാനും കാണാനും പറ്റുള്ളൂ. എന്നിട്ട് ഈ ലൈറ്റൊക്കെ ഓണായി കഴിഞ്ഞിട്ട് രാത്രിയിലും കാണാൻ പറ്റണം. ഇതിനകത്തൊരു പാലമുണ്ട്, അടൽ ബ്രിഡ്ജ്. ഇതറിയാലോ, 2005 ഇത് പണി തുടങ്ങിയിട്ട് 2012 ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. അതിനും കൂടെ ഒരു വലിയ ചേരിയായിരുന്നു. അതൊക്കെ ഒഴിപ്പിച്ചിട്ടാണ് ഈ സബർമതി റിവർ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ സംഭവം ചെയ്തിരിക്കുന്നത്. വാട്ടർ പാർക്ക്. ആ പാലമാണ്, അടൽ ബ്രിഡ്ജാണ് ഈ കാണുന്നത്. അതിലോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഭയങ്കര തിരക്കാണല്ലോ പാലത്തിനകത്ത്. ഈ സൈഡ് വഴിയാ പോകണ്ടേ? ഇത് സബർമതി റിവറാണ് കേട്ടോ. അതിന് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. വണ്ടിയൊന്നും പോകുന്നതല്ല, ആൾക്കാർക്ക് നടന്ന് കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. കൊള്ളാമല്ലേ, നോക്കി. നമ്മൾ യൂറോപ്പിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സെറ്റപ്പാണല്ലേ. കൊള്ളാം. ഒരു നദിയും അതിന് കുറുകെ ഒരു പാലവും, അതിൽ ടൂറിസം ഡെവലപ്മെൻറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നു. ഇതൊരു ബോട്ട് കണ്ടോ, ഇങ്ങനെയുള്ള ബോട്ട് സവാരിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് പിന്നൊരിക്കൽ വരാം. പിന്നൊരിക്കൽ വരുമ്പോൾ കുറച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് തിരക്ക് പിടിച്ചുള്ള ഓട്ടോ അല്ലേ. പക്ഷേ നമ്മളിപ്പോൾ കയറി വന്നിട്ട് ഒറ്റ മധ്യത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗം.
അത് മെയിൻ ഹൈവേ ആണ് അതിലേ പോകുന്നത്. അതിൽ പോകുമ്പോഴേ ഈ പാലം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പകൽ വരുമ്പോൾ കണ്ടിരുന്നു. പകൽ കാണുമ്പോൾ വലിയ രസമൊന്നുമില്ല, രാത്രിയിൽ ഇങ്ങനെ ലൈറ്റിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി. ഇതേക്ക് ഷോപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ, ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം. ഈവനിങ് ഒക്കെ ഇവിടെ ഉള്ളവർക്ക് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ്. ഇതിന് മുകളിലുള്ള ഇതൊക്കെ വൈറ്റ് കളറാണ് കേട്ടോ. ഈ കെട്ടിയിരിക്കുന്നതുണ്ടല്ലോ ആ ഷീറ്റ്, അതിൽ പല കളറിലുള്ള ലൈറ്റ് കൊടുത്തതിന് ശേഷമാണ് ഇതിങ്ങനെ ആയിരിക്കുന്നത്. അതേ വൈറ്റ് ആണോ അതേ അല്ലാത്ത കളറാണോ? വേറെ വേറെ കളറാണല്ലേ? ആ ഷീറ്റ് അല്ല, ഷീറ്റ് പല കളറിലാണ്, വൈറ്റ് അല്ല, ചെറിയ കളർ. എന്നിട്ട് അത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഇത് നമ്മുടെ വിനീത് രാജസ്ഥാൻകാരനാണ്. सब्सक्राइब द चैनल एंड लाइक द वीडियो. बहुत मेहनत करते हैं एक वीडियो बनाने के लिए. വിനീത് പറഞ്ഞാലേ അപ്പോൾ അതങ്ങ് ചെയ്തേക്കണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മൾ ഇങ്ങേ അറ്റത്തേക്ക് എത്തി കേട്ടോ. രണ്ട് സൈഡും റിവറിൻ്റെ രണ്ട് സൈഡിലും ഇത് കണക്ക് പാർക്ക് പോലെ ചെയ്തിട്ടാണ് ഈ ബ്രിഡ്ജ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് കയറി ഇപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങി കാഴ്ചകൾ കാണാം. രണ്ട് സൈഡിലും പാർക്കിംഗ് ഉണ്ട്. ഒത്തിരി ഗേറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. നമ്മൾ ഗേറ്റ് നമ്പർ 3 വഴിയാണ് കയറിയത്. അപ്പം മറ്റ് 2 ഗേറ്റുകളല്ലാതെ ഉണ്ടാവണമല്ലോ. ഇതുപോലെ ഈവനിങ് ഒക്കെ ഇങ്ങനെ വന്ന് അവിടെ ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. നമ്മുടെ മറൈൻ ഡ്രൈവിലൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന അടിപൊളിയായിരുന്നു. ആ ബോട്ട് പോകുന്നുണ്ടോ, അങ്ങൊരു ലൈറ്റ് കാണുന്നുണ്ടോ, അത് എന്താണെന്നുള്ള മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് ഹോട്ടലാണെന്ന് തോന്നുന്നു. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇറങ്ങി വരുമ്പോൾ ഇവിടെ എല്ലാ സൈഡിലും ഇതുപോലുള്ള ഫുഡ് കോർട്ടുകളും ഉണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് നമ്മൾ ഭക്ഷണവും കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാം. എല്ലാ സൈഡിലും ഉണ്ട് കേട്ടോ ഇത് കണക്ക് ഫുഡ് കോർട്ട്. പാലത്തിൻ്റെ 2 വശത്തായിട്ട് എല്ലാ സൈഡിലും ഉണ്ട്. അപ്പോഴേ നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് 3ാമത്തെ ദിവസമാണ് കേട്ടോ. ഒരു കോളേജ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ യാത്ര ഈ സ്ഥലങ്ങളെല്ലാം വന്നത്. അപ്പോൾ ആ 3 ദിവസത്തെ വിഷ്വൽസ് മിക്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൽ വലിയ കാഴ്ചകളോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമായിട്ടുള്ള ഒന്നുമില്ല. നമ്മൾ ഓടി നടന്നുള്ള ഒരു ട്രിപ്പ് സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി വരുന്ന വീഡിയോയിൽ നല്ല അടിപൊളി കാഴ്ചകളൊന്നും കാണിക്കില്ലേ. നമ്മളിഞ്ഞ് പൊളിക്കാൻ പോകുന്ന സ്ഥലം ജയ്സാൽമീറാണ്. ജയ്സാൽമീറിലേക്ക് പോകുമ്പോൾ നമുക്ക് അഹമ്മദാബാദ് ഇറങ്ങിയേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അഹമ്മദാബാദ് കൂടെ നമ്മുടെ ഐറ്റിനറിയിൽ ഉൾപ്പെടുത്തി അപ്പോൾ അഹമ്മദാബാദ് അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ജയ്സാൽമീറാണ് പോകുന്നത്. രാത്രിയിൽ ജയ്സാൽമീർ പോയി അവരെ നമ്മളെ കൂടെ ഉള്ളത് തന്നെ നമ്മളെ ചുമ്മാ ഉൾട്ടാക്കാൻ വേണ്ടി വന്ന് സംസാരിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോയിലൂടെ അടിപൊളി കാഴ്ചകളുണ്ടാവും. കൊടുക്കൂലേ നമ്മള് അടിപൊളി കോളേജ് ടൂർ മാത്രമല്ല, ഫാമിലി ആയിട്ട് വരുന്നവർക്കും ജയ്സാൽമീർ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് കാണിച്ചുകൊണ്ടായിരിക്കും അടുത്ത വീഡിയോ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും बाय 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 बाय. अगली वीडियो रेगिस्तान में बनाते हैं दोस्तों. आ जाओ तो फिर हमारे साथ. ഓക്കെ ബൈ ബൈ. മക്കളെ ഞങ്ങള് കാട്ടിലേക്ക് പോവേണ. ടാറ്റ. ഓ ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി.